നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രത്യൂഷ് ചാനൽ. സോ ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, കാരണം നമ്മുടെ വീഡിയോസൊക്കെ കുറേ ഭാഗം ഡിലേ ആയി പോകുന്നുണ്ട്. ഇതാണത് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ക്ഷമിക്കുക, നമ്മുടെ കണ്ടന്റിലേക്ക് വരുമ്പോൾ അതൊക്കെ ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് സ്പോട്ടിൽ ഡബ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിവേഴ്സ് സോണുകൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് വാഹനങ്ങൾ ഫിറ്റ് ചെയ്യാൻ വന്നതിനെ കുറിച്ചിട്ടാണ്. സോ എന്നോട് ഒരുപാട് ആൾക്കാർ റിവേഴ്സ് സോൺ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇന്ന് ആ വീഡിയോ നിങ്ങളിൽ പ്രസൻറ്റ് ചെയ്യും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അശോക് ലെയ്ലാൻഡിൻ്റെ ദോസ്ത് എന്ന് പറയുന്ന ട്രക്കിൻ്റെ അകത്ത് ഈ ഒരു സാധനം എങ്ങനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വാറണ്ടി പോകാതെ എങ്ങനെ അശോക് ലെയ്ലാൻഡ് ദോസ്തിൽ ഈ ഒരു പെർട്ടിക്കുലർ ഹോൺസ് ഫിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ബട്ട് ബിഫോർ ദാറ്റ് ജസ്റ്റ് എന്താണ് റിവേഴ്സ് സോൺ എന്നതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ മുന്നിൽ തരാം. റിവേഴ്സ് സെൻസേഴ്സും റിവേഴ്സ് സോൺസും രണ്ടും ഡിഫറൻ്റ് ആണ്. സെൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഡ്രൈവറിനൊരു ബീപ്പ് സൗണ്ട് കൊടുക്കുകയോ ചെയ്യുക. റിവേഴ്സ് സോൺസ് അങ്ങനെയുള്ളൊരു പ്രവൃത്തിയല്ല. റിവേഴ്സ് സോൺ റിവേഴ്സ് ഗിയർ ഇട്ട മുതൽ തന്നെ ഈ ഹോൺ ആക്ടിവേറ്റ് ആകാൻ അല്ലെങ്കിൽ ഈ ഹോൺ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നെ ബേസിക് ആയിട്ടുള്ള ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ വണ്ടി റിവേഴ്സ് ചെയ്യുന്നുണ്ട് എന്ന ഒരു സിഗ്നൽ അപ്പുറമുള്ള അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന പെഡസ്ട്രിയൻസ് ഉണ്ട്, അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് സോൺസ് എന്ന് പറയുന്ന സാധനം വലിയ വാഹനങ്ങളാണ് കൂടുതൽ വരുന്നത്. കാരണം വലിയ വണ്ടികളിൽ സെൻസർ വെക്കുന്നത് എത്രത്തോളം പോസിബിൾ ആണ് അല്ലെങ്കിൽ പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ ഈ ഒരു റിവേഴ്സ് സോൺസ് തന്നെയായിരിക്കും. കാരണം റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒബ്സ്റ്റക്കിൾ വരും. എസ്പെഷ്യലി അശോക് ലെയ്ലാൻഡ് ദോസ്ത് എന്ന് പറയുന്ന വണ്ടി ഒരു മിനി ട്രക്കാണ്. സോ നമ്മൾ അങ്ങനെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർക്ക് എത്രത്തോളം വിസിബിലിറ്റി ഇതിനെക്കുറിച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുള്ള കാര്യം. ബാക്കിലെ റിവേഴ്സിലുള്ള ഒബ്സ്റ്റക്കിൾസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഈ ഒരു സൗണ്ട് വെച്ചിട്ട് ഒബ്സ്റ്റക്കിൾസ് മാറില്ല, ആൾക്കാർ മാറും. ഒബ്സ്റ്റക്കിൾസ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ആൾക്കാർ ഈ സൗണ്ട് കേട്ടിട്ടെങ്കിലും നോട്ടീസ് ചെയ്യും വണ്ടി റിവേഴ്സ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് ഈ റിവേഴ്സ് സോൺ കംപ്ലീറ്റ്ലി പാക്ക് ചെയ്യണം. ബിക്കോസ് ഈ റിവേഴ്സ് സോൺ വാട്ടർ പ്രൂഫ് ആണ് എങ്കിൽ പോലും നമ്മൾ കവർ ചെയ്യുന്നത് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഡസ്റ്റ്, മഴ അതുപോലുള്ള സിറ്റുവേഷൻസിൽ ഇതിനെ നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു കവറിങ് സഹായിക്കുന്നതാണ്. സോ നമ്മളിവിടെ ആദ്യമായിട്ട് എൻ്റെ ലൊക്കേഷനാണ് സൂട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ലൊക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെയാണ് നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് നമ്മൾ വെച്ച് നോക്കുന്നതാണ് എവിടെയാണ് ഫൈനലായിട്ടുള്ളത്. നമുക്കിനി വയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വലിക്കാനുണ്ട്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വയറിങ്ങിൻ്റെ പ്രോസസ്സാണ്. അതായത് നമ്മൾ റിവേഴ്സ് സോൺ വരുമ്പോഴേ ചെറിയ വയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വയർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. സോ അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ വയേഴ്സ് കണക്ട് ചെയ്തുകൊണ്ട് വയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ സോക്കറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇൻസുലേഷനൊക്കെ അടിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ആ വയറിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഒരു വയേഴ്സ്, അതായത് നമ്മളതാണ് സോക്കറ്റ്, ആ സോക്കറ്റിലേക്ക് നമ്മളിത് ഇടാനാണ് പോകുന്നത്. നമ്മൾ ലൂപ്പ് ഒന്നും ചെയ്യുന്നില്ല, ആ സോക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. കാരണം വാറണ്ടി പോകാത്ത രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ലൂപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാറണ്ടി ലോസ് ഉണ്ടാകും. പക്ഷെ നമ്മളിവിടെ ലൂപ്പ് ചെയ്യാതെ ഡയറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വയർ ആഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓക്കെ, നമ്മളിവിടെ ആ 2 പോയിൻറ്റ്സാണ് റിവേഴ്സിൻ്റെ കണക്ഷൻ വരുന്നത്. റിവേഴ്സ് ലൈറ്റിലേക്ക് പോകുന്ന കണക്ഷനാണ് അതിലേക്കാണ് നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കണക്ഷൻ അറിയാതെ നമ്മളൊരിക്കലും ഫിക്സ് ചെയ്യരുത്. സോ നമ്മളിവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ കണക്ഷൻസൊക്കെ സക്സസ് ആയതുകൊണ്ട് നമ്മളൊക്കെ ടൈപ്പ് ചെയ്ത് നീറ്റ്ലി അതൊക്കെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ വയറൊന്നും താഴോട്ട് വീകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് പ്രോസസ് ഗൈസ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. സോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. യൂട്യൂബർ പ്രത്യു എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂസർ ID. അതിൽ ഞാൻ എല്ലാവിധ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുവിധം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കലുണ്ട്. റിപ്ലൈ കൊടുക്കാറൊന്നും ചെയ്യാറില്ല, എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ തരാറുണ്ട്. അതുപോലെ തന്നെ കമൻസിനും റിപ്ലൈ ഒക്കെ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മടിക്കാതെ തന്നെ കമൻസ് ചോദിക്കാൻ വേണ്ടി ഡയറക്റ്റ് നിങ്ങളോട് എന്നോട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് പ്രത്യൂഷ് signing off. Have a good day, have a good time.